രാവിലെ എന്തുകൊണ്ട് വിശദീകരണം കൊടുത്തിട്ടില്ല? അപ്പൊ ഇതൊക്കെ പച്ചക്കള്ളല്ലേ, പച്ചക്കള്ളം. ഇതൊക്കെ ഇനി നമ്മൾ വെറുതെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കണം. ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പാലക്കാട് മതവിധി ഉണ്ടാവണം എന്നെ ഡിഫൻസിലാക്കാൻ ഒരാൾക്കും കഴിയില്ല. കാരണം ഞാൻ ഉന്നയിക്കുന്ന ഈ നാട്ടിലെ സാധാരണ മനുഷ്യരുടെ വിഷയമാണ്. ഇവിടെ പോലീസ് നടത്തിയ ക്രിമിനൽ ആക്ടിവിറ്റിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് കൊണ്ടോട്ടി അങ്ങാടിയിലെ കടല വറക്കുന്നവർക്കറിയാം. ഈ ഇന്റലിജൻസും വിജിലൻസും ക്രൈംബ്രാഞ്ചും SSBയും എല്ലാം ഒരു പോലീസ് സേനയിലുണ്ടായിട്ട് ഒരു SP-യും ഒരു ഡാൻസ് ഓഫ് സംഘവും ഇത് നടത്തി നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ADGP അജിത് കുമാറും P ശശിയിലേക്കും അവരുടെ കൃത്യമായ സഹായവും അവരുടെ ഒരു ഉറപ്പുമില്ലെങ്കിൽ എങ്ങനെ ഈ 3 കൊല്ലം നടത്തുക? ഒരു 5 ആളെ കടത്തി 10 സ്വർണം പൊട്ടിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് അങ്ങാടി പാട്ടാണ്. രാത്രിയിൽ വരുന്ന പാസഞ്ചർ ഇത് അടിച്ചു മാറ്റാൻ കരിപ്പൂർ എയർപോർട്ടിന്റെ 2 കിലോമീറ്റർ നീളത്തിലുള്ള മെയിൻ റോഡിന്റെ 2 ഭാഗത്തുള്ള കടകൾ രാത്രി 10 മണിക്ക് അടക്കണം. അലിഖിത നിയമം. ഇതൊക്കെ ഇത്രയും പച്ചയായി ഈ കാര്യങ്ങൾ നടന്നിട്ട് ഇനിയും അതിനെ ന്യായീകരിക്കാൻ CM പോട്ടെ. എന്ത് ബേസിലാണ് ഈ പാർട്ടി ഇതിനെ ന്യായീകരിക്കുന്നത്? എന്താ പാർട്ടി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് എവിടെ 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 പോയി എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്? എനിക്ക് ശേഷം പ്രളയം എന്നതാണ് ചിലരുടെ ഉദ്ദേശമെങ്കിൽ യാതൊരു നിവൃത്തിയില്ല. അതിന് പാർട്ടി കൂടി അതിന് നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഈ പാർട്ടിയിൽ പ്രതീക്ഷ അർപ്പിച്ച, ഈ സംവിധാനം എവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച കേരളത്തിലെ ഈ പറയുന്ന ലക്ഷോപലക്ഷം വരുന്ന സാധാരണക്കാരായ മനുഷ്യരുടെയും എന്താ പറയാ സഖാക്കളുടെയും അവർക്കൊരു ആശ്വാസമാണിത്. ആ മരമാണ് വെട്ടിക്കളയുന്നത്. മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞത് തന്നെയാണ് ജലീൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞത്. അത് പാണക്കാട് ഒരു മതവിധി ഉണ്ടായാൽ ഈ സ്വർണ്ണക്കടത്ത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന്. അതായത് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു മതവിഭാഗത്തെ തന്നെയാണ് അത് പ്രതികൂട്ടാക്കി അദ്ദേഹം സംസാരിച്ചത്. അല്ല, ജലീൽ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ജലീൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിൽ അദ്ദേഹം നടത്തിയ ഒരു സമൂഹത്തിന് എതിരെ നടത്തിയ ഏറ്റവും മോശപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അതിനെ കാണാൻ പറ്റും. അത്രത്തോളം അദ്ദേഹം തരം താഴും എന്ന വിശ്വാസം എനിക്കില്ല. ഞാനത് കേട്ടിട്ടില്ല. കേരളത്തിൽ പല മുന്നണികളുമുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളുമുണ്ട്. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ തമിഴ്നാട്ടിൽ പോയി രാഷ്ട്രീയം അധികം പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇവിടെ നമ്മളൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിലോ ഒരു ജില്ലയിലോ ഒരു സംസ്ഥാനത്തോ നിൽക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ ഭരണക്രമം എന്താണ്? രാജ്യത്തിന്റെ പാർലമെന്റ്, അതിന്റെ താഴെ സ്റ്റേറ്റ്, അതിന്റെ താഴെ ഡിസ്ട്രിക്ട്, അതിന്റെ താഴെ വരുമ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ. ഇതാണല്ലോ നമ്മുടെ ഒരു ഭരണക്രമം. അപ്പൊ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്തിനോ ഒരു ജില്ലക്കോ ഒരു സ്റ്റേറ്റിനോ ഉള്ളതല്ല. നമ്മളൊരു രാഷ്ട്രീയപരമായ നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഒരു രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ വ്യവസ്ഥിതിക്കനുസരിച്ച് വേണം നമ്മൾ അതിനെ ഷേപ്പ് ഔട്ട് ചെയ്യാൻ. അപ്പൊ സ്വാഭാവികമായിട്ടും രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നമ്മൾ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ പറയുന്ന കമ്മ്യൂണൽ ഇഷ്യൂസും വർഗീയതയും തന്നെയാണ്. അതിനെ കൃത്യമായി അതിനെതിരെ അഡ്രസ് ചെയ്യുന്ന ഒരു ലീഡർഷിപ്പ് സ്വാഭാവികമായിട്ടും ആ ഒരു മൈൻഡിലൊരു വ്യക്തി എന്ന നിലക്ക് ഞാനല്ല വേറെ ആരായാലും അന്വേഷിക്കും. അത് ഇന്ന് തെരഞ്ഞാൽ കാണാവുന്ന ഒരു പേര് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്റ്റാലിൻ തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 40 സീറ്റാണ് അവിടെ. 23 സീറ്റിലാണ് ആ പാർട്ടി മത്സരിച്ചത്. ബാക്കി 17 സീറ്റും ഘടകകക്ഷികൾ കൊടുത്തിരിക്കുന്നു. സത്യത്തിൽ അവിടെയുള്ള ഘടകകക്ഷികളുടെ അവസ്ഥ എനിക്കറിയാം. ഒരു 5ഓ 8ഓ സീറ്റ് പോലും കൊടുത്താൽ തൃപ്തരാകും മൊത്തം അവിടെയുള്ള എല്ലാ ഘടകകക്ഷികൾക്കും. പക്ഷെ എന്താ അദ്ദേഹം ചെയ്തത്? ഒരു വോട്ട് പോലും പോകരുത്, ഒരു കമ്മ്യൂണിറ്റി പോലും നഷ്ടപ്പെടരുത്, ഒരു സാമൂഹ്യ സംഘടനയുടെ വോട്ട് പോലും BJPയിലേക്ക് പോകരുത്. BJPയുടെ എൻട്രി അങ്ങനെ തന്നെ അങ്ങോട്ട് സീൽ ചെയ്തു. എന്തുമാത്രം വലിയ സാക്രിഫൈസ് ആ പാർട്ടി നടത്തിയത്. തിരിച്ചു നിങ്ങൾ കേരളത്തിലേക്ക് ആലോചിച്ച് നോക്കൂ. എന്ത് വില കൊടുത്തും ഇതുവരെ ഒരു രാഷ്ട്രീയ പാർലമെന്റിൽ ഒരു സീറ്റ് നേടാൻ കഴിയാത്ത BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ സമവാക്യങ്ങളാണ് തെറ്റിക്കാൻ ചില്ലറ താൽപര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിലെ തൃശൂർ പൂരം തന്നെ കലക്കി, അതിനൊരു ADGPയെ വിട്ട് അതിനു വേണ്ടിയുള്ള ഉദ്യോഗസ്ഥന്മാരയച്ചത് കലക്കി അവർക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ആർക്ക് സാധിച്ചു? കേരളത്തിലെ CMന് സാധിച്ചു. ഒരു തർക്കം ആർക്കില്ലല്ലോ. അപ്പൊ അത് രണ്ടുമാണ് വ്യത്യാസം.
അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ CPM ആയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി PCC അങ്ങനെ പ്രമുഖന്മാരുമായിട്ടാണ് താങ്കൾ വിശേഷിച്ചാലും അവരൊക്കെ പ്രഗത്ഭർ തന്നെയാണ്. അപ്പോൾ ഒരു പാർട്ടി രൂപീകരിക്കുക അല്ലെങ്കിൽ അതൊരു കൂട്ടായ്മയിലേക്ക് മാറുക എന്നൊക്കെ പറയുമ്പോഴും അതിന് നിയമപരമായ കാര്യങ്ങളുണ്ട്. അത് സംഘടന നിയമപരമായ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും ഒരു പൊതുയോഗത്തിൽ ആ സംഘടന പ്രഖ്യാപിച്ചാൽ പോലും അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ കേസിലേക്ക് മറ്റൊക്കെ പോകാം. നിയമവിദഗ്ധമായി അല്ല, അതൊക്കെ ഭയപ്പെട്ടിട്ട് അതൊക്കെ ബാധിക്കാൻ പോകുന്ന ഇപ്പൊ ഈ 3 വർഷത്തെ ആണല്ലോ. അപ്പൊ ഇതിന്റെയൊക്കെ ആകെത്തുക ചുരുക്കുന്നതാണ്. ഞാനിതൊക്കെ നിർത്തിയിട്ട് ആ സാധനം തൊക്കിൽ വെച്ചിട്ട് MLA ആയിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നല്ലേ. അങ്ങനെ ഇരിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നമ്മൾ ഉന്നയിച്ച വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നമുക്ക് കുറച്ച് പിൻബലം വേണം. അതിന്റെ ഒരു പിൻബലം ഈ പറയുന്നത് ഇപ്പോൾ ഒരു നിയമസഭയിൽ ഞാനൊരു നിയമസാമാജികന എന്ന നിലയ്ക്ക് എനിക്ക് കുറെ നിയമ സംരക്ഷണമുണ്ട്. ആ സംരക്ഷണ വലയം എത്രത്തോളം നിലനിർത്താൻ കഴിയോ അത്രത്തോളം നോക്കും. ആ സംരക്ഷണ വലയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ ഫൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെങ്കിൽ അപ്പത് ബ്രേക്ക് ചെയ്യും. അതല്ലാതെ കാലാകാലം ഇത് താങ്ങിപ്പിടിച്ചിരിക്കുക എന്നുള്ള ഉദ്ദേശമൊന്നുമില്ല. ഇന്നത്തെ ഒരു സാഹചര്യം 8 or 10 കേസിന്റെ പേരിലുണ്ട്. ഇനി എത്ര കേസുകൾ അതിന്റെ എന്താ പണിപ്പുരയിലാണെന്നറിയില്ല. ഈ മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇത് ഇങ്ങനെയുള്ള വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്. ആ സിറ്റുവേഷനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും ടെക്നിക്കലായിട്ട് ലീഗലായിട്ട് എന്നുള്ള നോക്കുന്നത്. എന്താ പറയാ, അത് കളരിപ്പായിട്ടും കുംഫും കരാട്ടെ എല്ലാം കൂടെ പഠിച്ചിട്ടില്ല ഒരു കളി കളിച്ചു നോക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ലീഗൽ റൈറ്റ് ഉണ്ടെങ്കിൽ പോലും നാളെ രാവിലെ തന്നെ എന്നെ സസ്പെൻഡ് ചെയ്യപ്പെടാം നിയമസഭയിൽ നിന്ന്. ഒരു തർക്കമില്ല. എന്നെ പാർട്ടിയിൽ നിന്ന് ഇതുവരെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നോട്ടീസ് കിട്ടിയിട്ടില്ല. ഞാൻ സ്പീക്കർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ എന്റെ സീറ്റ് മാറ്റിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, പ്രതിപക്ഷ ബെഞ്ചിലേക്ക് എന്തടിസ്ഥാനത്തിലാണ് എന്നെ മാറ്റിയത്, അതിന്റെ കാരണം അറിയിക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന് മറുപടി കിട്ടുമോ നോക്കട്ടെ. ആ മറുപടിക്കനുസരിച്ചായിരിക്കും ഈ നിലപാട് സ്വീകരിക്കുക. അപ്പൊ പിന്നെ ഇത്രയൊക്കെ ഈ പറയുന്ന നിയമപരിരക്ഷയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചാൽ പോലും നാളെ പൊളിറ്റിക്കലി എന്നെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്റെ പ്രതീക്ഷ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതിയിലാണ്. ആ നിയമപരമായ പോരാട്ടം നമ്മൾ നടത്തും. സ്പീക്കർക്കാവും. അത് സ്പീക്കറാണ് എന്റേത്. അറിയിച്ചിട്ടില്ല. എന്തിനു മാറ്റിയെന്നും അറിയിച്ചിട്ടില്ല. താങ്കൾക്കെതിരെ ഈ ഇതുവരെ ഒരു വർഗീയ ചാപ്പയായിരുന്നു CPM ചാർജ് തന്നത്. താങ്കളുടെ